PSC പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ജാർഖണ്ഡിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിജയം. വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു. ഇതോടെ 24 ദിവസം നീണ്ട സമരം വിദ്യാർത്ഥികൾ അവസാനിപ്പിച്ചു. അതേസമയം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമരം തുടരുമെന്ന് ഒരു വിഭാഗം പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, അങ്ങനെ 24 ദിവസം നീണ്ട സമരം വിദ്യാർത്ഥികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ സർക്കാർ അംഗീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും വലിയ ഒരു വിജയം തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ജാർഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 24 ദിവസമായി ശക്തമായ സമരമാണ് വിദ്യാർത്ഥികൾ ജാർഖണ്ഡിൽ നടത്തി വന്നിരുന്നത്. ഏതായാലും അതിനു മുന്നിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വഴങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ തന്നെ വിദ്യാർത്ഥികൾ സമരപ്പന്തലിൽ വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുകയും ചെയ്തു. അതിലൊരു വിഭാഗം സമരം അവസാനിപ്പിച്ചിട്ടുമുണ്ട്. നിരാഹാര സമരം നടത്തിയിരുന്ന ദേവേന്ദ്ര മഹ്തോ അദ്ദേഹത്തിന്റെ നിരാഹാര സമരവും അവസാനിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഒരു വിഭാഗം ഇപ്പോഴും സമരം തുടരുകയാണ്. അവരുടെ ആവശ്യം CBI അന്വേഷണം വേണമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ JPSC CJL പരീക്ഷ, അതുപോലെ തന്നെ സ്വകാര്യ ഏജൻസിയായ TDPL എന്നിവർ നടത്തിയ പരീക്ഷകൾ റദ്ദാക്കണം, അവരുടെ ഫലങ്ങൾ റദ്ദാക്കണം, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം എന്നീ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നത്. ഏതായാലും ആ ആവശ്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. മാത്രമല്ല 2014 മുതൽ നടന്ന എല്ലാ ക്രമക്കേടുകളും CID സംഘം അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ PSCയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥയായ ഒരു സമിതിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ എല്ലാ റിസൾട്ടുകളും എല്ലാം റദ്ദാക്കുമെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും അതിന് പിന്നാലെ സമരം ഒരു വിഭാഗം അവസാനിപ്പിച്ചു. അതേസമയം ഒരു വിഭാഗം ഇപ്പോഴും സമരം തുടരുകയാണ്. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിലാണ് അവർ ഉയർത്തി നിൽക്കുന്നത്. അത് പ്രഖ്യാപിക്കും വരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. അതേസമയം സർക്കാരിന് പുതിയൊരു പ്രതിസന്ധി കൂടി വന്നിരിക്കുകയാണ്. അതായത് ഈ നിലവിൽ ഈ പരീക്ഷകളെല്ലാം റദ്ദാക്കി അതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ, നിയമനങ്ങൾ എല്ലാം റദ്ദാക്കിയതോടുകൂടി അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യവുമായി അവരും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ളൊരു പ്രതിസന്ധി കൂടി ഇപ്പോൾ ഹേമന്ത് സോറൻ സർക്കാരിനെ തേടിയെത്തുകയാണ്. ശരി, ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.